ഹലോ മക്കളെ, നാളെയാണ് നമ്മുടെ SSLC ഫിസിക്സിൻ്റെ പരീക്ഷ. ഇതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കും എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഒരു PDF വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു വീഡിയോ അതിന് വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കുകയാണ്. നിങ്ങൾക്ക് പഠന സമയത്ത് ബുക്ക് വെച്ച് പഠിക്കുമ്പോൾ ഓരോ ടോപ്പിക്കിൽ എന്താണ് പഠിക്കേണ്ടത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് പാർട്ട് 1 ആണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് 4 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ സൗണ്ട് വേവ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഫസ്റ്റ് വൺ, മക്കളെ ഈ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് എക്സാമിന് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ആംപ്ലിറ്റ്യൂഡൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാൻ എന്താണ് ഈ ഒരു ഫിഗറിൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയെന്നൊക്കെ ചോദിക്കും. ദാറ്റ് മീൻസ് ആ ചോദ്യം എവിടെ നിന്നാണ്, ആംപ്ലിറ്റ്യൂഡ് എന്നാണ് ചോദിക്കുക. പിന്നെ ഈ ടൈപ്പ് ഓഫ് മോഷനെ വിളിക്കുന്ന പേരാണ് ഓസിലേറ്ററി മോഷൻ. പിന്നെ എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള ടേമാണ് ടൈം പീരീഡ്, ഫ്രീക്വൻസി. ഇതിൻ്റെ 4 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ആ 4 ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കാം. ഓക്കെ, പിന്നെ ലെങ്ത് ഓഫ് പെൻഡുലവും ഫ്രീക്വൻസി തമ്മിൽ എന്താണ് റിലേഷൻ? ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും, ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും. അതുപോലെ ടൈം പീരീഡ് കൂടും. ഇനി ഫ്രീക്വൻസിയും ടൈം പീരീഡ് തമ്മിൽ എന്താ ബന്ധം? പീരീഡ് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പിന്നെ മറ്റൊരു ടേമാണ് മക്കളെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന ടേം. എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിക്കാം. അപ്പോൾ ഫാക്ടേഴ്സ് പഠിക്കാൻ വേണ്ടി നമുക്ക് ഷോർട്ട് ഫോം പഠിക്കാം. ലെൻസ് എന്ന് പറഞ്ഞാൽ L ലെങ്തിനെ, E എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി, N എന്ന് പറഞ്ഞാൽ നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, S എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. പഠിച്ചു വെക്കണം. പിന്നെ ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസ് ആണ്. ഇതിൽ എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ പഠിക്കുക. അതിലെ ഒരു ചോദ്യമാണ് ഈ ഒരു ഫിഗർ വന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു ഫിഗറുകളൊക്കെ തന്നിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് തന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ഇത് ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇനി എന്താണ് റെസൊണൻസ് എന്ന് കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ റെസൊണൻസിൻ്റെ സമയത്ത് എന്താണ് പ്രത്യേകത? യെസ്, ഒബ്ജക്റ്റ് വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഒരു A+ ക്വസ്റ്റ്യൻ ആണിത്. PVC പൈപ്പും വാട്ടർ കോളും തന്നിട്ട് ഇവിടെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെയും റെസൊണൻസിൻ്റെയും ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെയും ആപ്ലിക്കേഷനാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസിന് എക്സാമ്പിളാണ് ഒരു 2-3 എക്സാമ്പിൾ പഠിച്ചു വെക്കുക. MRI, റേഡിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സമയമുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ദെൻ വേവ് മോഷനിൽ പ്രധാനമായിട്ട് 2 ടൈപ്പ് ഓഫ് വേവിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ട്രാൻസ്വേഴ്സ് വേവും, രണ്ടാമത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവും. ഇതൊരു സ്ലിങ്കിയാണ്. ഒരു സ്ലിങ്കി തന്നിട്ട് നമുക്ക് ഈ ഒരു ഫിഗർ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെയാണ്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലിങ്കി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ്സും നിർമ്മിക്കാൻ പറ്റും. ഇനി പ്രധാനമായിട്ടും വേവ്സ് 2 ടൈപ്പ് ഉണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും മെക്കാനിക്കൽ വേവ്സും. ഇനി മെക്കാനിക്കൽ വേവ്സിൽ നമുക്ക് 2 ടൈപ്പ് പഠിക്കാനുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും, ഇതാണ് ഈ കാണുന്നത് കേട്ടോ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ പ്രത്യേകത, പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ് ആയിരിക്കും. ഇങ്ങനൊരു ഫിഗർ തന്നാൽ മനസ്സിലാക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ഈ സൗണ്ട് വേവ്സ് ഒക്കെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് എക്സാമ്പിളാണ്. പിന്നെ ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ് പിന്നെ പഠിക്കാനുള്ളത്. ട്രാൻസ്വേഴ്സ് വേവ്സിൽ ഇതുപോലെയുള്ള റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് ഉദ്ദേശിക്കുന്നത്. മുകളിലുള്ള ഭാഗമാണ് ക്രസ്റ്റ്, താഴെയുള്ള ഭാഗമാണ് ട്രഫ്. ഓക്കെ, പിന്നെ ഇതുപോലെ പോയിന്റ്സ് ഒക്കെ തന്നിട്ട് നമ്മോട് പട്ടികപ്പെടുത്താൻ ചോദിക്കാം. ഇതിലേതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, ഏതാണ് ട്രാൻസ്വേഴ്സ് വേവ്, ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സിൽ ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഫിഗർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു വെക്കണം. ഇത് തന്നാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏതാണ് വേവ് ലെങ്ത്. മക്കളെ, എയും ഇയും ഈ ഡിസ്റ്റൻസ് വേവ് ലെങ്ത് ആണ്, പിയും ക്യൂവും ഡിസ്റ്റൻസ് വേവ് ലെങ്ത് ആണ്, ആറും എസും വേവ് ലെങ്ത് ആണ്. അതുപോലെ O2D ഇതും ഒരു വേവ് ലെങ്തിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ടെക്സ്റ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏതാണ് വേവ് ലെങ്ത് എന്ന് കണക്ട് ചെയ്യാൻ പറ്റണം.
ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അതൊരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കേസിലാണ്. ഇതൊരു ലോഞ്ചിറ്റ്യൂണൽ വേവ് ആണല്ലോ അല്ലേ. ഇവിടെയും വേവ് ലെങ്ത് നമുക്ക് പഠിക്കാം. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ രണ്ട് കംപ്രഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമുക്ക് വേവ് ലെങ്ത് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ രണ്ട് റയർ ഫ്രാക്ഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് വേവ് ലെങ്ത് എന്ന് വിളിക്കാം. ഇനി ഇത് അതേപോലെയുള്ള ചോദ്യങ്ങൾ വരും എക്സാമിന്. ഇങ്ങനെ ഫിഗറൊക്കെ തന്നിട്ട് നമ്മോട് ചോദിക്കാം. തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അടുത്തത് ഈ ചോദ്യമൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് സ്പീഡ് ഓഫ് വേവ് കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, V = F λ. ടെക്സ്റ്റിലെ ഈ ചോദ്യങ്ങൾ ചെയ്ത് നോക്കിയാൽ തന്നെ മതി കേട്ടോ മക്കളെ. ഈ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്, ഒന്ന്, ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം. എവിടെയാണ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്? സൗണ്ട് ബോർഡ്സ്, അതുപോലെ കർവ്ഡ് സീലിംഗ് ഇൻ ഹോൾസ് പഠിച്ചു നോക്കണം. പിന്നെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷനിൽ എക്കോ എന്താണെന്ന് പഠിച്ചു നോക്കണം, ഡെഫിനിഷൻ പഠിച്ചു നോക്കണം. പിന്നെ എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്, പിന്നെ എക്കോ നടക്കണമെങ്കിൽ മിനിമം ഡിസ്റ്റൻസ് 17.5 മീറ്റർ ആയിരിക്കണം. എക്സാമിന് ഈ ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. രണ്ട് രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പോൾ നമുക്കിവിടെ 3 ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഇതിലേത് ഇക്വേഷൻ വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ എക്കോ ഓഫ് എ ഫയർ ക്രാക്കർ ഈസ് ഹേർഡ്, എക്കോ നടക്കുന്നുണ്ടെങ്കിൽ, എക്കോ നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 2 ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. എക്കോ നടക്കുകയാണെങ്കിൽ 2 ഇക്വേഷൻസ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഒന്ന് 2D = V × T യും D = V × T/2. ഈ 2D എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടെത്താൻ ചോദിച്ചാൽ. D എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? റിഫ്ലക്റ്റിംഗ് സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് ചോദിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. ഇനി ചില സമയങ്ങളിൽ എക്കോ നടക്കില്ല, ആ സമയത്ത് റിഫ്ലക്റ്റിംഗ് സർഫസിലേക്ക് മാത്രമുള്ള ഡിസ്റ്റൻസ് ചോദിക്കും, മോഡൽ എക്സാമിന് ചോദിച്ച പോലെ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ ഇക്വേഷനാണ്, ഡിസ്റ്റൻസ് = സ്പീഡ് × ടൈം. ഓക്കെ, എന്താണ് റിവർബറേഷൻ എന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റിയിൽ 2 ടൈപ്പ് ഓഫ് സൗണ്ട് ഉണ്ട്, ഇൻഫ്രാസോണിക്കും അൾട്രാസോണിക്കും. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. പിന്നെ ഗാൾട്ടൺ വിസിലിൻ്റെ ഫ്രീക്വൻസി എത്രയെന്ന് പഠിച്ചു വെക്കുക, അതൊരു അൾട്രാസോണിക്കാണ് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഹ്യൂമൻ ബീയിങ്സിന് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി എത്രയാണ്? ബിറ്റ്വീൻ 20 Hz to 20,000 Hz ആണെന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ അൾട്രാസോണിക് സൗണ്ടിൻ്റെ യൂസസ്, ബാറ്റുകൾ എങ്ങനെയാണ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പഠിച്ചു വെക്കുക. അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഒരു 2 യൂസസ് പഠിച്ചു വെക്കണം അൾട്രാസോണിക് വേവ്സിൻ്റെ. പിന്നെ ഇവിടെയും ഇതുപോലൊരു ചോദ്യമുണ്ട്. ഇതും നമ്മുടെ എക്കോ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. പിന്നെ ഡിസ്ട്രക്റ്റീവ് വേവ്സ് 2 ടൈപ്പ് ഉണ്ട്, സീസ്മിക് വേവ്സും സുനാമിയും. എന്താണെന്ന് പഠിച്ചു വെക്കുക. സീസ്മിക് വേവ്സ് എവിടെ ഉണ്ടാവുക, പിന്നെ എന്താണ് സുനാമി എന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത്രയും കാര്യങ്ങളാണ് 1ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകണം, ലെൻസ്. ലെൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ 1ാമത്തെ കാര്യം, ഫസ്റ്റ് വൺ, ചിലപ്പോൾ ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചോളൂ, എക്സാമിന് ചോദിക്കാം. ഇത് കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേ ഡയഗ്രംസ് ആണ്. ഈ റേ ഡയഗ്രംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമേജ് ഫോർമേഷൻ ബൈ ലെൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ 5 കേസ്, കോൺവെക്സ് ലെൻസിൻ്റെ ഈ 5 കേസ് വെച്ചുള്ള റേ ഡയഗ്രംസ് പഠിച്ചു വെക്കണം നിങ്ങൾ. ഇതിൽ 1ാമത്തെ കേസ്, അതിലോരോ കേസുകൾ പ്രത്യേകം പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. സോ ഒബ്ജക്റ്റ് ബിയോണ്ട് 2F, ഒബ്ജക്റ്റ് അറ്റ് 2F, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F and 2F, ഒബ്ജക്റ്റ് അറ്റ് F and ലെൻസ് എന്ന 5 ചിത്രങ്ങൾ പഠിക്കണം. പിന്നെ കോൺകേവ് ലെൻസിലെ 2 കേസും. കോൺകേവ് ലെൻസിൻ്റെ 2 കേസ് എന്ന് പറഞ്ഞാൽ ഒന്നതാണ് ഈ ഒരു ഫിഗർ പഠിച്ചു. കോൺകേവ് ലെൻസിൽ എങ്ങനെ ചോദിച്ചാലും ഇമേജ് ഉണ്ടാവുക എഫിനും ഓക്കും ഇടയിലായിരിക്കും. വരച്ച് കാണിച്ചു കൊടുക്കണം. ഇത് വിർച്വലാണ്, ഇറക്റ്റ് ആണ്. ഓക്കെ, ഈ ഒരു റേ ഡയഗ്രം നിർബന്ധമായിട്ടും പഠിച്ചോളൂ. എക്സാമിന് ഷുവറായിട്ടും ഒരു റേ ഡയഗ്രം എക്സാമിന് ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ നിന്നുണ്ടാവും.
തെറ്റിക്കരുത്, 3 മാർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലെൻസ് ഇക്വേഷൻ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. 1/f = 1/v - 1/u. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ആണ്. ലെഫ്റ്റിലേക്കുള്ളത് നെഗറ്റീവ്, റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ്, മുകളിലേക്കുള്ളത് പോസിറ്റീവ്, താഴേക്കും നെഗറ്റീവ്. അത് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാനുണ്ടാവും. പിന്നെ എന്താണ് യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, വി എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് ആണ്, എച്ച് എന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ ഹൈറ്റ് ആണ്, എച്ച് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ആണ്, എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ആണ്. ഓക്കെ, ഇതാണ് ലെൻസ് ഇക്വേഷൻ. ഇനി ഇവിടെ മാഗ്നിഫിക്കേഷൻ കണ്ടെത്താനൊക്കെ ചോദിക്കാറുണ്ട്. മാഗ്നിഫിക്കേഷൻ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. ഇക്വേഷൻ HI/HO അല്ലെങ്കിൽ V/U. ഓക്കെ, ഈ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഉപയോഗിക്കണം. ഇനി ഒരു ടേബിൾ ഒന്ന് പഠിച്ചു വെക്കണം മക്കൾ എക്സാമിന് പോകുമ്പോൾ. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആവുന്ന സമയത്ത് ഇമേജിൻ്റെ നേച്ചർ എന്താണെന്ന് പഠിച്ചു വെക്കണം. ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഇതൊരു പ്രിസ്ക്രിപ്ഷനാണ്, ഡോക്ടർ പ്രിസ്ക്രിപ്ഷനാണ്. നമുക്കറിയാം ലെൻസ് എന്ന് പറയുന്ന പാഠത്തിൽ പ്രധാനമായിട്ടും പവർ ഓഫ് ലെൻസ് ആണ്, ലെൻസിൻ്റെ പവറാണ് ഈ തന്നിരിക്കുന്നത്. ലെൻസിൻ്റെ പവർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പറയാം മക്കളെ, പവർ ഒന്നെങ്കിൽ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. ചില ആളുകളുടെ കണ്ണാടിയുടെ പവർ +2D ആവാം, ചില ആൾക്കാർക്ക് -2D ആവാം. ഇങ്ങനെ പവർ എന്നിട്ട് ഏതാണ് ലെൻസ് എന്നൊക്കെ എക്സാമിന് ചോദിക്കാം. പോസിറ്റീവ് പവർ കാണുകയാണെങ്കിൽ മക്കളത് കോൺവെക്സ് ലെൻസ് ആണ്, നെഗറ്റീവ് ആണ് പവർ എങ്കിൽ അത് കോൺകേവ് ലെൻസ് ആണെന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, പവർ ഓഫ് ലെൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ P = 1/f വെച്ചിട്ട് ചെയ്യാം. എഫ് എന്തിലായിരിക്കും മക്കളെ? ഫോക്കൽ ലെങ്ത് മീറ്ററിലായിരിക്കും എക്സാമിന് തരിക. ഓക്കെ, സെൻറ്റിമീറ്ററിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഇക്വേഷൻ ഉണ്ട് 100/f. അപ്പോൾ ഫോക്കൽ ലെങ്ത് നമ്മൾ സെൻറ്റിമീറ്ററിൽ എടുക്കണം. ഇനി അതിൻ്റെ യൂണിറ്റ് ഡയോപ്റ്ററാണ് കേട്ടോ. ഈ ചോദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ മൈക്രോസ്കോപ്പും അതുപോലെ ടെലിസ്കോപ്പും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെക്കണം. ടെലിസ്കോപ്പ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി, ഫിഗർ എന്നിട്ട് ഇത് ഏതാണെന്നൊക്കെ ചോദിക്കാം. മൈക്രോസ്കോപ്പ് ആണോ ടെലിസ്കോപ്പ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് ഈ ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനി 3rd ചാപ്റ്ററിലേക്ക് പോവാണ്. 3rd ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ഈ ഒരു ഫിഗർ താഴെ വയലറ്റ് ആണ്, മുകളിൽ റെഡ് ആണ്, പഠിച്ചു വെക്കണം. എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേവ് ലെങ്ത്തിലുള്ള ഡിഫറൻസ് ആണ്. വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ള കളർ റെഡിനാണ്, കുറവ് വയലറ്റിനാണ്. പിന്നെ ഇവിടെ നമ്മൾ പഠിക്കേണ്ട അടുത്ത ടോപ്പിക്കാണ് റെയിൻബോ. റെയിൻബോയുടെ ഏറ്റവും ഔട്ടർ എഡ്ജിലും ഇന്നർ എഡ്ജിലുള്ള കളേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ്, ഇങ്ങനെ ചിത്രം നിങ്ങൾ എന്താണ് ഫിനോമിനൻ എന്ന് വിളിക്കുന്ന പേരെന്താണ്? റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് എന്നാണ് വിളിക്കുക. പിന്നെ സ്പെക്ട്രം ഒന്ന് പഠിച്ചു വെക്കണം. ദ ഓർഡർലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇതിൻ്റെ ഓർഡർ പഠിച്ചു വെക്കുക. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ ആർക്കാണ് വേവ് ലെങ്ത് കൂടുതൽ, ആർക്കാണ് വേവ് ലെങ്ത് കുറവ്, ആർക്കാണ് എനർജി കൂടുതൽ, ആർക്കാണ് എനർജി കുറവ്. മക്കളെ, വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ റേഡിയോ വേവ്സിനായിരിക്കും, ഏറ്റവും കുറവ് ഗാമ റേസിനാണ്. വേവ് ലെങ്ത് കൂടുമ്പോൾ എനർജി കുറയും. അപ്പോൾ എനർജി കുറവ് റേഡിയോ വേവ്സിനാണ്, എനർജി കൂടുതൽ ഗാമ റേസിനാണ്. ഓക്കെ, പിന്നെ പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും പഠിച്ചു വെക്കണം. പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്? റെഡും ഗ്രീനും ബ്ലൂ. റെഡ്, ഗ്രീൻ, ബ്ലൂ. ഇത് കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന കളേഴ്സാണ് സെക്കൻഡറി കളേഴ്സ്. ഇപ്പോൾ റെഡും ഗ്രീനും കമ്പൈൻ ചെയ്താൽ യെല്ലോ കിട്ടും. ഗ്രീനും ബ്ലൂവും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിയാൻ കിട്ടും. റെഡും ബ്ലൂ ആണെങ്കിൽ അത് മജന്ത കിട്ടും. ഇതിനാണ് സെക്കൻഡറി കളേഴ്സ് എന്ന് വിളിക്കുക. സോ ഇവിടെ എന്താണ് കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്നും കൂടി പഠിച്ചു വെക്കണം. ഈ ടേബിൾ പഠിക്കുക. പിന്നെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്താണ്, ഫിനോമിനൻ പഠിച്ചു വെക്കണം. ദെൻ ന്യൂട്രോൺ കളർ ഡിസ്ക് ഒക്കെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എക്സാമ്പിളാണ്. പിന്നെ കളർ ഓഫ് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റും എന്താണോ ഫിൽറ്ററിൻ്റെ കളറ്, ആ കളറിന് മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, കടത്തിവിടുള്ളൂ.
ബാക്കി എല്ലാ കളേഴ്സിനും എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. മനസ്സിലാക്കി വെക്കുക. ഇനി ടേബിളൊക്കെ ഒന്ന് പഠിക്കണം. ഈ ടേബിളും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ദെൻ സ്കാറ്ററിംഗ് ആണ്. സ്കാറ്ററിംഗിൽ പ്രധാനമായിട്ടും എന്താണ് ഡെഫിനിഷൻ, ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ടിൻഡാൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈറ്റിൻ്റെ പാത്ത് വിസിബിൾ ആകുന്ന ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ടിൻഡാൽ ഇഫക്റ്റ്. ഇതിന് കാരണം സ്കാറ്ററിംഗ് ആണ്. പിന്നെ സ്കൈൻ്റെ നിറം എന്തുകൊണ്ടാണ് ബ്ലൂ, ഇതിനും റീസൺ സ്കാറ്ററിംഗ് ആണ്. പിന്നെ കളർ ഓഫ് സെറ്റിംഗ് ആൻഡ് റൈസിങ് സണ്ണിൻ്റെ കളർ എന്തുകൊണ്ടാണ് ഈ ഒരു കളറിൽ വരാൻ കാരണം, അത് നമ്മൾ സ്കാറ്ററിംഗ് വെച്ചിട്ടാണ് പറയേണ്ടത്. വേവ് ലെന്ത് കൂടിയ കളേഴ്സിന് സ്കാറ്ററിംഗ് കുറവായിരിക്കും, വേവ് ലെന്ത് കുറഞ്ഞ കളേഴ്സിന് സ്കാറ്ററിംഗ് കൂടും. അതുകൊണ്ടൊക്കെയാണ് ഈ ഫിനോമിനൻസ് നടക്കുന്നത്. പിന്നെ ഐ ആൻഡ് വിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഷുവറായിട്ടൊരു ക്വസ്റ്റ്യൻ വരും. അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന ചോദ്യം വരാം. നിയർ പോയിന്റ്, ഫാർ പോയിന്റ് പഠിച്ചു വെക്കുക. എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ? ഇനി ഈ ഒരു സമയത്ത് നമ്മളെ സിലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യോ അതുപോലെ റിലാക്സ് ചെയ്യോ, ലെൻസിൻ്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് പഠിച്ചു വെക്കണം. ദെൻ ഓരോ ഡിഫക്റ്റുകളാണ്. ഫിഗർ തന്നിട്ട് ഇത് ഏതാ ഡിഫക്റ്റ് എന്ന് ചോദിക്കും. മക്കളെ ഇത് ഏതിൻ്റെ ഡിഫക്റ്റ്? ഇപ്പം ഇങ്ങനെ ഫിഗർ വന്നിട്ട് ലൈറ്റ് റേസ് കൂട്ടിമുട്ടുന്നത് റെറ്റിനയുടെ മുന്നിലാണെങ്കിൽ അവിടെ എത്തുന്നില്ലല്ലോ, അപ്പോൾ ഡിസ്റ്റൻസ് ഷോർട്ട് ഡിസ്റ്റൻസ് അല്ലേ, ഇത് ഷോർട്ട് സൈറ്റ് ആണ്, അതായത് മയോപ്പിയ. ഓക്കെ, ഇനി ഇതുപോലൊരു ഫിഗർ, ഇതും എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? മയോപ്പിയ തന്നെയാണ്. എങ്ങനെ പരിഹരിക്കാം മയോപ്പിയ? കോൺകേവ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ടാണെന്ന് പരിഹരിക്കാം. ഈ ചില ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയുടെ പുറകിലാണ്, ലോങ് ഡിസ്റ്റൻസ് കൂടി അല്ലേ, അത് ലോങ് സൈറ്റ് ആണ്. അതിൻ്റെ പേരാണ് ഹൈപ്പർ മെട്രോപ്പിയ. ഹൈപ്പർ മെട്രോപ്പിയ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ ചോദിച്ചു. ഇത് ഹൈപ്പർ മെട്രോപ്പിയ റെപ്രസെൻ്റ് ചെയ്യുന്ന ചിത്രമാണ്, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ രണ്ട് ഫിഗറുകൾ തന്നിട്ട് ചോദ്യം ചോദിക്കാം കേട്ടോ. ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെയുള്ള ഫിഗർ ആവും തരാം. ഇത് ഒന്ന് മനസ്സിലാക്കണം, ഇത് മയോപ്പിയാണ്, ഇത് ഹൈപ്പർ മെട്രോപ്പിയാണ്. ഈ ഫിഗർ വെച്ചിട്ട് മനസ്സിലാക്കണം. റെറ്റിനയുടെ മുന്നിലാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ മയോപ്പിയ, പിറകിലാണെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ. പിന്നെ ലൈറ്റ് പൊല്യൂഷൻ, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ നേരെ നാലാമത്തെ പാഠത്തിലേക്ക് പോവാണ്. നാലാമത്തെ പാഠം മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. ഇവിടെ പഠിക്കാനുള്ളത് ഒന്നാമത്തെ കാര്യം, അതിങ്ങനെ ഒരു ഫിഗർ വന്നിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിൻ്റെ നോർത്ത് ഏത് ഭാഗത്തേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്യാന്ന് ചോദിക്കാം. അപ്പോൾ ഈ ഒരു ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമുക്ക് സ്വിമ്മിംഗ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കുക, എ ടു ബി ആണ്. എ ടു ബി കറണ്ട് ഡയറക്ഷൻ നോർത്ത്, നീഡിൽ എങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. എ ടു ബി ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്വിമ്മിംഗ് റൂൾ പ്രകാരം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും. സോ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട്, നോർത്ത് ഡിഫ്ലക്റ്റ് ചെയ്യുക. ഇനി ബി ടു എ ആണ് കറണ്ട് എങ്കിൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും നോർത്ത് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ഫിഗർ വെച്ചിട്ട് ചോദ്യം ചോദിക്കാം. സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ചോദിക്കാം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചാണ് കണ്ടെത്തേണ്ടത്. അതുപോലെ ഇവിടെയും വരയ്ക്കാൻ ചോദിക്കാം. എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പഠിച്ചു വെക്കണം. ആംബിയർ സ്വിമ്മിംഗ് റൂൾ ഇവിടെ പറയുന്നുണ്ട്, മനസ്സിലാക്കി വെക്കുക. പിന്നെ സർക്കുലാർ കോയിലിൻ്റെ കേസിലും ഇതുപോലെ ചിത്രം തന്നിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡുകൾ വരയ്ക്കാൻ ചോദിക്കാം. സോ അത് പഠിച്ചു വെക്കണം. ഇവിടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു പോയിന്റ് ഒന്ന് പഠിച്ചു വെക്കണം. പിന്നെ സോളിനോയിഡിൽ ക്വസ്റ്റ്യൻസ് വരാം. സോളിനോയിഡിൻ്റെ പൊളാരിറ്റി കണ്ടെത്താൻ ചോദിക്കാം. നോർത്ത് ഏതാണ്, സൗത്ത് ഏതാണെന്ന് കണ്ടെത്താനൊക്കെ ചോദിക്കാറുണ്ട്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റൂൾ ഇങ്ങനെയാണ്. കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ഹാൻഡിൻ്റെ 4 ഫിംഗേഴ്സ് കേൾ ചെയ്യുക. ആ സമയത്ത് തമ്പ് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അതായിരിക്കും സോളിനോയിഡിൻ്റെ നോർത്ത്. ഏതാ കണ്ടല്ലേ, തമ്പ് പോയിന്റ് ചെയ്യുന്ന ഭാഗം നോർത്ത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൗത്ത്. പിന്നെ സോളിനോയിഡും ബാർ മാഗ്നറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെക്കണം. പിന്നെ നമുക്ക് ഡെയിലി ലൈഫിൽ എവിടെയൊക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കാം. ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം.
പൊളാരിറ്റി കണ്ടെത്താനൊക്കെ ചോദിക്കാം. പിന്നെ മോട്ടോറിൻ്റെ ചോദ്യമാണ്. മോട്ടോറിൻ്റെ ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ എന്നിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഇതിൽ കണ്ടക്ടർ ഏത് ഭാഗത്തേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്യുക എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റൂള് ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഓക്കെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് അത് കണ്ടെത്താൻ പറ്റണം. ദെൻ ഡെഫിനിഷൻ പഠിക്കണം കേട്ടോ. ഈ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ഇങ്ങനെ ചിത്രം തന്നാലൊക്കെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. പിന്നെ ഇവിടെ നടക്കുന്ന പ്രിൻസിപ്പൽ മോട്ടോർ പ്രിൻസിപ്പിളാണ് പഠിച്ചു വെക്കണം. ഇതാണ് ഇലക്ട്രിക് മോട്ടോറിൻ്റെ ഒരു ഫിഗറാണ്. ഫിഗർ എന്നിട്ട് എക്സാമിന് നിങ്ങളുടെ പാർട്ടുകളൊക്കെ അടയാളപ്പെടുത്താൻ ചോദിക്കാം. സ്പ്ലിറ്റ് റിംഗ്, ബ്രഷ്, ആർമേച്ചർ, ഫീൽഡ് മാഗ്നറ്റ്, മാഗ്നറ്റിക് പോൾസ് പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ ഇവിടെ നടക്കുന്ന എനർജി ചേഞ്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. മോട്ടറിൽ നമുക്കറിയാം ഇലക്ട്രിക് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറുക. ലൗഡ് സ്പീക്കർ ഫിഗർ തന്നിട്ട് ലേബൽ ചെയ്യാൻ ചോദിക്കാം. ഇവിടെയും ഇലക്ട്രിക് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. സോ മെയിൻ പാർട്സ് ഡയഫ്രം, വോയിസ് കോയിൽ, ഫീൽഡ് മാഗ്നറ്റ്, ദെൻ കണക്റ്റിംഗ് വയർ, ദെൻ സോഫ്റ്റ് ആൻഡ് ഷീൽഡ്. ഇത്രയേ ഉള്ളൂ. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ 4ാമത്തെ പാഠം കംപ്ലീറ്റ് ആയി. ഇങ്ങനെ ഫിഗറുകൾ യു മാഗ്നറ്റ് ഒക്കെ തന്നിട്ട് ചോദിച്ചാലും ഇത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അഥവാ മോട്ടോർ പ്രിൻസിപ്പിളിൻ്റെ ചോദ്യമാണെന്ന് മനസ്സിലാക്കി വെക്കണം. ഇങ്ങോട്ടാണ് കണ്ടക്ടർ മൂവ് ചെയ്യുക, അപ്വേർഡ് ആണോ അതോ ഡൗൺവേർഡ് ആണോ എന്ന് ചോദിക്കും. അതൊക്കെ കണ്ടെത്താൻ നമുക്ക് പറ്റണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 1 നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാർട്ട് 2 നമുക്ക് പ്രധാനമായിട്ട് 3 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. പാർട്ട് 2 ഒന്ന് ഇലക്ട്രിക് എനർജി കൺസെപ്ഷൻ ആൻഡ് കൺസർവേഷൻ, ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ്, ദെൻ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ. സോ 1 by 1 നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, ഇലക്ട്രിക് എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷനിൽ എന്തൊക്കെ പഠിക്കണം. ഫസ്റ്റ് വൺ മക്കളെ, ചിലപ്പോൾ ഒരു മാർക്കിന് ഇങ്ങനെയുള്ള എനർജി കൺവേർഷൻ ഒക്കെ ചോദിക്കാം. ഓരോ ഡിവൈസിൽ നടക്കുന്ന എനർജി കൺവേർഷൻ ചോദിക്കാം. പിന്നെ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ടോപ്പിക്കിൽ അതിലൊക്കെ ഉള്ള ഹീറ്റിംഗ് ഡിവൈസുകളിൽ കാണപ്പെടുന്ന ഹീറ്റിംഗ് ഡിവൈസുകളിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോയിലുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റിംഗ് കോയിൽ. ഓക്കെ, ആ ഹീറ്റിംഗ് കോയിലിൽ so the part used to produce heat energy in heating appliance is called heating element അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽ എന്നാണ് വിളിക്കുക. അതുപോലെ എന്താണ് ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്താണെന്ന് ചോദിക്കാം എക്സാമിന്. ഹീറ്റിംഗ് കോയിൽ ഈസ് മെയ്ഡ് ഓഫ് അലോയ് നിക്രോം. ഇതിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിക്രോം ആണ്. നിക്രോം എന്ന് പറഞ്ഞാൽ നിക്കൽ, ക്രോമിയം, അയൺ ആണ്. ദെൻ ഹീറ്റിംഗ് കോയിലിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു വെക്കണം. 2 പോയിന്റിനെയും പഠിച്ചു വെക്കണം. പിന്നെ നമുക്ക് റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ഉണ്ട്, ഒന്ന് മനസ്സിലാക്കി വെക്കുക. റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഒന്ന് ലെങ്ത്ത്, ഏരിയ. ലെങ്ത്ത് മുകളിലായതുകൊണ്ട് അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഏരിയ താഴെയായതുകൊണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ലെങ്ത്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, ഏരിയ കൂടുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, പിന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൾസ് ലോ ആണ്. ജൂൾസ് ലോ ഡെഫിനിഷൻ പഠിക്കണം. ഇത് വെച്ചിട്ട് ഹീറ്റിൻ്റെ 4 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. 4 ഇക്വേഷൻസ് വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് I²RT, V²T/R, VIT, അതുപോലെ PT, ഇതാണ് 4 ഇക്വേഷൻസ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ചെയ്ത് പഠിക്കണം. പിന്നെ ഇങ്ങനൊരു കേസ് തന്നിട്ട് ചോദ്യം ചോദിച്ചാൽ നമ്മളിവിടെ ഈ ഒരു കൺസെപ്റ്റാണ് ഉപയോഗിക്കേണ്ടത്. വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ കറണ്ട് ഇൻക്രീസ് ആവും, അതുപോലെ ഹീറ്റ് ഇൻക്രീസ് ആവും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഹീറ്റ് ഇൻക്രീസ് ആവും. ഫോർ എക്സാമ്പിൾ, ഈ 3 ഫിഗറിലും വോൾട്ടേജ് സെയിം ആണ്, റെസിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് ഇവിടെയാണ് കൂടുതൽ, റെസിസ്റ്റൻസ് ഇവിടെ കുറവാണ്. റെസിസ്റ്റൻസ് കൂടുതലുള്ള ഈ ഒരു ഫിഗറിൽ ഹീറ്റ് കുറവായിരിക്കും. ഹീറ്റ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക റെസിസ്റ്റൻസ് കുറവുള്ള, അതായത് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താവും? ഹീറ്റ് ഇൻക്രീസ് ആകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹീറ്റ് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ഈ ഫിഗറിലായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ കുറേ ചോദ്യങ്ങളുണ്ട്, എല്ലാം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യും. മെയിനായിട്ട് ഈ 3 ഇക്വേഷൻസ് ആണ് നമുക്ക് ഉപയോഗിക്കാനുണ്ടാവുക കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം, അപ്പോൾ അത് ഒന്ന് പഠിച്ചു വെക്കണം. പിന്നെ ഇലക്ട്രിക് പവറിൽ 4 ഇക്വേഷൻസ് ഉണ്ട്. 4 ഇക്വേഷൻസ് വെച്ചിട്ട് I²R, V²R, VI, ദെൻ വേണമെങ്കിൽ നമുക്ക് പറയാം H/T.
4 ഇക്വേഷൻസ് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കാം. ദെൻ അതിനുശേഷം നമുക്ക് വാട്ടവർ മീറ്റർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. വാട്ടവർ മീറ്ററിൽ എന്തിനാ നമുക്കറിയാം, വീട്ടിലൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു മീറ്റർ. ഇലക്ട്രിക് എനർജി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീറ്റർ ഡിവൈസാണ് വാട്ടവർ മീറ്റർ. അതിൻ്റെ യൂണിറ്റ് കിലോ വാട്ട് അവർ യൂണിറ്റ് ആണ്. കൊമേഴ്ഷ്യൽ യൂണിറ്റ്, ഇതിൻ്റെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് അറിയപ്പെടുന്നത് KWH, കിലോ വാട്ട് അവർ ആണ് കേട്ടോ. ഓക്കെ, ദെൻ അതുപോലെ പിന്നെ ഇവിടെ വാട്ടവർ മീറ്ററിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ അത് ചെയ്ത് പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. ഇലക്ട്രിക് കൺസപ്ഷൻ ഒരു വീട്ടിൽ കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഒരു 2 മെത്തേഡ് പഠിച്ചു വെക്കുക. പിന്നെ എനർജി ക്രൈസിസ്, എന്താണ് എനർജി ക്രൈസിസ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അത് പഠിക്കുക. എങ്ങനെയൊക്കെ കുറയ്ക്കാൻ സാധിക്കും എനർജി ക്രൈസിസ് എന്ന് പഠിച്ചു വെക്കണം. പിന്നെ സോളാർ സെൽ എന്താണ്, സോളാർ സെല്ലിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്, റൂഫ് ടോപ്പ് പവർ പ്ലാന്റിൻ്റെ ബെനിഫിറ്റ്സ് 2 പോയിന്റ് പഠിച്ചു വെക്കണം. പിന്നെ കാർബൺ ഫുട് പ്രിന്റ് എന്താണ്, കാർബൺ ഫുട് പ്രിന്റ് അതുകൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കാൻ പറ്റും, ഒരു 3 പോയിന്റ്സ് ഇതിൽ പഠിക്കണം, നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ 5ാമത്തെ പാഠം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇനി 6ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ്. ഇതിൽ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പഠിക്കണം. അവിടെയാണ് നമ്മൾ ഫാരഡേയുടെ എക്സ്പെരിമെന്റ് പഠിക്കുന്നത്. ഓക്കെ, ഫാരഡേ എക്സ്പെരിമെന്റ് പഠിക്കുക. ഇതിൽ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് DC കറണ്ട്, എന്താണ് AC കറണ്ട്, അത് ഈ 2 കറണ്ടിലും വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾക്ക് എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ജനറേറ്റർ 2 ടൈപ്പ് ഉണ്ട്, AC-യും DC-യും. 2ൻ്റെയും ഫിഗറുകൾ മനസ്സിലാക്കി വെക്കണം. ഈ തന്നിരിക്കുന്ന ഫിഗർ AC ആണ്, ഇത് DC ആണ്. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും AC ആണ് DC ആണെന്നുള്ളത്? ഓക്കെ, ഇവിടെ സ്ലിപ്പ് റിംഗ് ആയിരിക്കും, ഇവിടെ സ്പ്ലിറ്റ് റിംഗ് ആയിരിക്കും. ഓക്കെ, അതാണ് മെയിൻ ഡിഫറൻസ്. പിന്നെ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഈ ഒരു ഭാഗമാണ് ഇന്റേണൽ സർക്യൂട്ട്, ഇത് എക്സ്റ്റേണൽ സർക്യൂട്ടാണ്. എല്ലാ ജനറേറ്ററിൻ്റെയും ഇന്റേണൽ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ട് AC ആണ്. പക്ഷെ AC ജനറേറ്റർ ആണെങ്കിൽ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് ആ കറണ്ട് വരുമ്പോൾ ഏത് കറണ്ട് തന്നെ ആയിരിക്കും? AC തന്നെ ആയിരിക്കും. DC ജനറേറ്ററിൽ ആ AC കറണ്ട് പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? DC ആയിട്ട് മാറും. അതിന് സഹായിക്കുന്ന ഡിവൈസാണ് സ്പ്ലിറ്റ് റിംഗ്. ഓക്കെ, പിന്നെ ഗ്രാഫുകളാണ്, ഇത് AC-യുടെ ഗ്രാഫാണ്, ഇത് DC-യുടെ ഗ്രാഫാണ്, ഇത് സെല്ലിൻ്റെ ഗ്രാഫാണ്. കഴിഞ്ഞ എക്സാമിന്, മോഡൽ എക്സാമിന് ചോദ്യം ചോദിച്ചിരുന്നു, ഒരു DC ജനറേറ്ററിൻ്റെ ഇന്റേണൽ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഗ്രാഫ് ഏതാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുക മക്കളെ, എല്ലാ ജനറേറ്ററിൻ്റെയും ഇന്റേണൽ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഗ്രാഫ് ഏതാണ്? AC ആണ്. AC-യുടെ ഗ്രാഫാണ് കൊടുക്കേണ്ടത്. ഇനി എല്ലാ ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. എനർജി ചേഞ്ച് ചോദിക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് മാറുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. പിന്നെ പവർ സ്റ്റേഷൻസ്, 3 ടൈപ്പ് പവർ സ്റ്റേഷൻസ് ഉണ്ട്. ഈ 3 പവർ സ്റ്റേഷൻ എക്സാമ്പിൾ പഠിക്കണം. അതുപോലെ എനർജി ചേഞ്ചും പഠിച്ചു വെക്കണം. എനർജി ചേഞ്ച് ടേബിൾ പഠിക്കണം. ഇവിടെ ഈ 2 ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പിന്നെ പവർ ട്രാൻസ്മിഷൻ ആണ്. ദൂരസ്ഥലങ്ങളിലേക്ക് ഇലക്ട്രിസിറ്റി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾക്ക് ഉണ്ടാകുന്ന മെയിൻ പ്രശ്നം എനർജി ലോസ് ആണ്, ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അതിന് വിളിക്കുന്ന പേരാണ് ട്രാൻസ്മിഷൻ ലോസ്. ആ ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് എക്സാമിന് ചോദിക്കാം. അതിന് ആൻസറാണ് ഈ 2 കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ട്രാൻസ്ഫോമർ 2 ടൈപ്പ് ഉണ്ട് മക്കളെ. ഇനി ട്രാൻസ്ഫോമറിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ട്രാൻസ്ഫോമർ 2 ടൈപ്പാണുള്ളത്. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ ഇത് തമ്മിൽ ഡിഫറൻസ് ചോദിക്കാം. ഇത് തന്നിരിക്കുന്ന ഏതാണ്? സ്റ്റെപ്പ് അപ്പ് ആണ്. എന്തുകൊണ്ടാണ്? നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിയിൽ കൂടുതലായാലും അത് സ്റ്റെപ്പ് അപ്പ് ആണ്. നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിയിൽ കുറവാണെങ്കിലും അത് സ്റ്റെപ്പ് ഡൗൺ ആണ്. 2 തമ്മിൽ ഡിഫറൻസ് പഠിച്ചു വെച്ചുള്ള 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ ചോദിക്കുന്ന ന്യൂമറിക്കൽസ് ആണ്. ന്യൂമറിക്കൽസ് ചോദിക്കുന്ന ഇക്വേഷൻസ് പഠിച്ചു വെക്കണം. VS/VP = NS/NP = IP/IS. ഇക്വേഷൻസ് വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറ്. തീർച്ചയായിട്ടും എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഏതാണ് ട്രാൻസ്ഫോമർ എന്നൊക്കെ ചോദിക്കും. ട്രാൻസ്ഫോമർ ഏതാണെന്ന് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി?
പ്രൈമറി സെക്കൻഡറി വോൾട്ടേജ് ഇങ്ങോട്ട് വരുന്തോറും വോൾട്ടേജ് കൂടുന്നുണ്ടെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ആണ്. ഇനി നമ്പർ ഓഫ് ടേൺസ് കൂടുകയാണെങ്കിലും സ്റ്റെപ്പ് അപ്പ് ആണ്. ഇനി കറണ്ട് കൂടുകയാണെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ആണ്. പഠിച്ചു കേട്ടോ. പിന്നെ എല്ലാ ട്രാൻസ്ഫോമറിലും പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും പവർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി പവർ ട്രാൻസ്മിഷൻ ആണ്. പവർ ട്രാൻസ്മിഷനിൽ പവർ സ്റ്റേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി എത്ര വോൾട്ടേജ് ആണെന്ന് ചോദിക്കാം. 11 kV ആണ്. ഓക്കെ, 11 kV എക്സാമിന് ചോദിക്കാറുണ്ട്. 11 kV. പിന്നെ ഈ ചോദ്യങ്ങളുടെ ആൻസറൊക്കെ ഒന്ന് കണ്ടെത്തുക, പഠിക്കണം. പിന്നെ ഡൊമസ്റ്റിക് ഡിസ്ട്രിബ്യൂഷനിൽ വോൾട്ടേജ് എത്ര ചോദിക്കാറുണ്ട്? 230 വോൾട്ട് ആണ്. ഹൗസ് ഹോൾഡ് വയറിങ്ങിൽ ഓക്കെ പ്രധാനമായിട്ടും 3 ലൈൻസ് ഉണ്ട്. ഫേസ് ലൈൻ, ന്യൂട്രൽ ലൈൻ ആൻഡ് പ്രധാനമായിട്ട് 3 ലൈൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഫേസ് ലൈൻ, രണ്ടാമത് ന്യൂട്രൽ ലൈൻ, മൂന്നാമത് എർത്ത് ലൈൻ. 3 കളറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫേസ് ലൈനിൽ മെയിൻ ഫ്യൂസ് വരുന്നത് ഫേസ് ലൈനിൽ മാത്രമാണ്. ആദ്യം KWH മീറ്ററിലേക്കാണ് കണക്ഷൻ വരുന്നത്, പിന്നെ മെയിൻ ഫ്യൂസ്, പിന്നെ മെയിൻ സ്വിച്ച്, പിന്നെ LCB, പിന്നെ MCB. ഇത് പഠിച്ചു വെക്കുക. പിന്നെ പ്രധാനമായിട്ടും സേഫ്റ്റി മെഷേഴ്സ് ആണ്. നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഡിവൈസുകൾ ഏതൊക്കെയാണ്? ഒന്ന് സേഫ്റ്റി ഫ്യൂസ് ആണ്. സേഫ്റ്റി ഫ്യൂസിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് എന്തിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്? ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഫ്യൂസ് കണക്ട് ചെയ്യുന്നത് സീരീസിലായിരിക്കും. MCB ഫുൾ ഫോം എന്താണെന്ന് പഠിക്കുക. MCB വർക്ക് ചെയ്യുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ആൻഡ് മാഗ്നറ്റിക് എഫക്റ്റിൻ്റെ ബേസിലാണ്. ഓക്കെ, ദെൻ ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കറാണ്. കറണ്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ELCB. 3-pin പ്ലഗ്. 3-pin പ്ലഗിന് പ്രത്യേകത ഒരു വലിയ പിൻ ഉണ്ടായിരിക്കും, പിന്നെ 2 ചെറിയ പിന്നുകളാണ്. ഈ വലിയ പിന്നിനെ വിളിക്കുന്നവരാണ് എർത്ത് പിൻ. ഇതിന് പ്രത്യേകത ഉണ്ട്, അതിന് കട്ടി കൂടുതലായിരിക്കും, നീളം കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് നീളം കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ സോക്കറ്റിലേക്ക് ആദ്യം കണക്ട് ചെയ്യുന്നതും ഡിസ്കണക്ട് ചെയ്യുന്നതും ഈ പിന്നായിരിക്കും. പിന്നെ കട്ടി കൂടുതലുള്ള കാരണം ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത്? നമ്മൾ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കണക്ട് ചെയ്യുന്നതും രണ്ടാമത് ലാസ്റ്റ് ഡിസ്കണക്ട് ചെയ്യുന്നതും ഈ എർത്ത് ലൈൻ കണക്ട് ചെയ്തിരിക്കുന്ന എർത്ത് പിൻ ആയതുകൊണ്ട് അത് സേഫ്റ്റി എൻഷുർ ചെയ്യും. പിന്നെ ഈ എർത്ത് ലൈൻ നമ്മൾ ഡിവൈസിൻ്റെ ഏത് ഭാഗത്താണ് കണക്ട് ചെയ്യാന്ന് ചോദിക്കാറുണ്ട്. അത് മെറ്റൽ പാർട്ടിലാണ് കണക്ട് ചെയ്യാറ് കേട്ടോ. ഈ എർത്ത് വയറില്ലേ, അത് കണക്ട് ചെയ്യുന്നത് മെറ്റൽ പാർട്ടിലാണ്. എക്സാമിന് ചോദിക്കാറുണ്ട് എവിടെയാണ് ഒരു ഡിവൈസിൻ്റെ ഏത് ഭാഗത്താണ്. സോ ഇറ്റ് ഈസ് മെറ്റൽ പാർട്ട്. പിന്നെ ഇലക്ട്രിക് ഷോക്കിൽ പ്രിക്കോഷൻസിൽ ഒരു 3 പോയിന്റും അതുപോലെ ഫസ്റ്റ് എയ്ഡിൽ ഒരു 3 പോയിന്റും പഠിച്ചു വെക്കണം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ. ഇവിടെ പ്രധാനമായിട്ടും പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സിമ്പിൾ മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ നമുക്ക് ഈ സിമ്പിൾ മെഷീൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഈ 2 പോയിന്റ്. പ്രധാനമായിട്ടും 6 ടൈപ്പ് ഓഫ് സിമ്പിൾ മെഷീൻ പഠിക്കാൻ: ലിവർ, പുള്ളി, വീൽ ആൻഡ് ആക്സിൽ, ഇൻക്ലൈൻഡ് പ്ലെയിൻ, സ്ക്രൂ ആൻഡ് വെഡ്ജ്. ഓക്കെ, 1 2 3 4 5 6. ഇനി ഇതുപോലുള്ള ചിത്രങ്ങളൊക്കെ തന്നിട്ട് എഫേർട്ട്, ഇവിടെ ഈ കൊടുക്കുന്ന ഫോഴ്സാണ് എഫേർട്ട്, ഇത് ലോഡാണ് കേട്ടോ, അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇത് എഫേർട്ടാണ്, ഇത് ലോഡാണ്, ഇത് ഫൾക്രമാണ്. എന്താണ് ഫൾക്രം എന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഇക്വേഷൻ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, ലോഡ് ബൈ എഫേർട്ടാണ്, അതിന് യൂണിറ്റ് ഒന്നുമില്ല. ലിവർ 3 ടൈപ്പ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ ആൻഡ് തേർഡ് ഓർഡർ ലിവറാണ്, അങ്ങനെ പറയുന്നുണ്ട്. ഒരു ലിവർ തന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ തേർഡ് ഓർഡർ ആണോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്താൻ പറ്റണം. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ഫൾക്രം സെൻറ്ററിൽ വരും. ഓക്കെ, ഇനി സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ലോഡായിരിക്കും സെൻറ്ററിൽ വരുന്നത്. ഇനി എഫേർട്ടാണ് സെൻറ്ററിൽ വരുന്നതെങ്കിലോ അത്
തേർഡ് ഓർഡർ ലിവർ ആയിരിക്കും. എക്സാമ്പിളാണ് ഫോർസെപ്സ് ഫിഗറൊക്കെ. ഈ ടേബിൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, എക്സാമിന് ചോദിക്കും. അതുപോലെ ലേറ്റസ്റ്റ് എസ്എസിലും ഇതുമായി ബന്ധപ്പെട്ടൊരു ടേബിൾ ഉണ്ട്, അത് പഠിച്ചിട്ട് വേണം പോകാൻ. ഇനി രണ്ടാമത്തെ സിമ്പിൾ മെഷീൻ എന്ന് പറഞ്ഞാൽ പുള്ളിയാണ്. പുള്ളി രണ്ട് ടൈപ്പ് ഉണ്ട്, ഫിക്സഡ് പുള്ളി, മൂവബിൾ പുള്ളി. ഫിക്സഡ് പുള്ളിയുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾവേസ് 1 ആയിരിക്കും. പിന്നെ മൂവബിൾ പുള്ളിയിലാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാൻ മറ്റൊരു ഇക്വേഷൻ എഫേർട്ട് ആം ബൈ ലോഡ് ആം. ഇതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓൾവേസ് 2 ആയിരിക്കും. ഇവിടെ വർക്ക് ഡൺ ചോദിക്കാറുണ്ട്, വർക്ക് ഡണ്ണിൻ്റെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, F×S. അതൊന്ന് ചെയ്ത് പഠിക്കണം. വർക്ക് ഡണ്ണിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. എഫോർട്ടിൻ്റെ ഭാഗത്തുണ്ടാകുന്ന വർക്ക് ഡണ്ണും ലോഡിൻ്റെ ഭാഗത്തുണ്ടാകുന്ന വർക്ക് ഡണ്ണും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ദർ ഇസ് നോ ഗെയിൻ ഇൻ വർക്ക് ബൈ യൂസിങ് സിമ്പിൾ മെഷീൻ. നിങ്ങളുടെ ചോദ്യങ്ങൾ മൂവബിൾ പുള്ളി എന്ന് ചോദിക്കാം. വീൽ ആൻഡ് ആക്സിലിൽ നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടെത്താനുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കണം, R/R. പിന്നെ ഗിയർ എന്നൊക്കെ പറഞ്ഞാൽ വീൽ ആൻഡ് ആക്സിലിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇവിടെ ലാർജ് ടൂത്ത് റിവീലും സ്മോൾ ടൂത്ത് റിവീലിനെ കുറിച്ച് പറയുന്നുണ്ട്, നോക്കി വെക്കണം. ദെൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഇക്വേഷൻ പഠിച്ചു വെക്കുക. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെങ്ത് ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ്. പ്രധാനമായിട്ട് ചോദ്യങ്ങളാണ് ചോദിക്കുക, എക്സാമിന് പ്രോബ്ലം ആണ് ചോദിക്കുക. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഈ ഹെയർ പിന്നുകളൊക്കെ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. പിന്നെ വെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഡ്ജ് ഈസ് എ ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ. 2 ഇൻക്ലൈൻഡ് പ്ലെയിൻ വരുന്ന ഒരു സിമ്പിൾ മെഷീനാണ് വെഡ്ജ്. ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ചോദിക്കാം. അപ്പോൾ ഇക്വേഷൻ ലെങ്ത് ഡിവൈഡഡ് ബൈ തിക്നെസ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് സ്ക്രൂ ജാക്ക്. സ്ക്രൂ ജാക്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഫിഗറിൽ നമുക്കറിയാം, ഈ ത്രെഡുകൾ കാണുന്നില്ലേ, ഇതിനാണ് ത്രെഡ് എന്ന് വിളിക്കുക. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ്, ഓരോ ത്രെഡിനിടയിലുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് പിച്ച്. ഓക്കെ. ഇനി സാധാരണ നമുക്കൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, പ്ലെയിനിനെ നമുക്ക് ഇതുപോലെ ഒരു പെൻസിലിൻ്റെ മുകളിൽ ഇങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്ക്രൂ ജാക്ക് കിട്ടും. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഇൻക്ലൈൻഡ് പ്ലെയിനും സ്ക്രൂ ജാക്കും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഉണ്ട്. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ നമ്മൾ ഒരു സിലിണ്ട്രിക്കൽ പെൻസിലോ എന്തെങ്കിലും നമ്മളതിനെ റാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വെഡ്ജ് കിട്ടാറുണ്ട്. ഇനി ഇവിടെ പ്രധാനമായിട്ട് പഠിക്കേണ്ട ടേംസ് ആണ്. ഒന്ന്, എന്താണ് പിച്ച്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് ത്രെഡ് ഈസ് കോൾഡ് പിച്ച്. മനസ്സിലാക്കി വെക്കുക. അതായത് ഈ പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ പിച്ച് എന്ന് വിളിക്കുക. പി ഒരു ത്രെഡാണ്, ക്യൂ വേറൊരു ത്രെഡാണ്. ഈ ഡിസ്റ്റൻസ് ആണ് പിച്ച്. ഇതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എക്സാമിന് ചോദിക്കുക. ഇക്വേഷൻ ലെങ്ത് ഓഫ് 1 ത്രെഡ് ഡിവൈഡഡ് ബൈ പിച്ച് ആണ്. അതവിടെ പിയും ക്യൂവും തന്നിട്ടുണ്ട്. മൊത്തം ലെങ്ത് എടുക്കരുത്, ഈ ഒരു ലെങ്ത് ആണ് എക്സാമിന്. ലെങ്ത് ഓഫ് 1 ത്രെഡ് ഡിവൈഡഡ് ബൈ പിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് സ്ക്രൂ ജാക്ക് ചെയ്യാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഞാൻ പറഞ്ഞത് ഈ ഒരു ടേബിളാണ്. ഈ ടേബിൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊന്ന് ഈ ടെക്സ്റ്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ടോപ്പിക്സ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നിങ്ങളൊന്ന് ടെക്സ്റ്റ് വെച്ച് പഠിച്ചു നോക്കുക. ഓരോ ചാപ്റ്ററിൽ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡറിൽ ചിലപ്പോൾ എക്സാമ്പിൾ തരും. ഇപ്പോൾ സിസേഴ്സ്, അങ്ങനെയുള്ള ഫോർസെപ്സ് എക്സാമ്പിൾ എന്നിട്ട് അതിന് ഫസ്റ്റ് ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ തേർഡ്, അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾസും കൂടി ഒന്ന് പഠിച്ചു വെക്കണം. ലാസ്റ്റ് ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സിമ്പിൾ മെഷീൻസിനെ കുറിച്ച് തന്നെയാണ്. ഇതിൽ ഒന്നാമത്തെ ലിവറാണ്. ലിവറിൽ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നിർബന്ധമായിട്ട് പഠിക്കണം. ഫിഗർ എന്നിട്ട് ഇത് ഏതാണെന്ന് ചോദിക്കാം, ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. പിന്നെ പുള്ളിയിൽ, മൂവബിൾ പുള്ളിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ബാക്കിയെല്ലാം ഇനി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വെച്ചുള്ള ചോദ്യങ്ങളാണ് വരിക. പ്രധാനമായിട്ട് ഇവിടെ നമുക്ക് ടോട്ടലി 7 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്.
വർക്ക് ഡണിൽ ഇക്വേഷൻ മറക്കരുത്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. പിന്നെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ 2 ഇക്വേഷൻസ് ഉണ്ട്. ലോഡ് ബൈ എഫേർട്ട് അല്ലെങ്കിൽ എഫേർട്ട് ആം ബൈ ലോഡ് ആം. പിന്നെ പുള്ളിയുടെ കേസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ്, വീൽ ആൻഡ് ആക്സലിൽ നമ്മൾ പറഞ്ഞ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ഇൻക്ലൈൻഡ് പ്ലെയിനിലെ ഇക്വേഷൻസ്, ദെൻ വെഡ്ജിലെ ഇക്വേഷൻസ്, സ്ക്രൂ ജാക്കിലെ ഇക്വേഷൻ എന്താ? ലെങ്ത് ഓഫ് വൺ ത്രെഡ് ഡിവൈഡഡ് ബൈ പിച്ച് ആണ്. പക്ഷെ അത് വെഡ്ജിലേക്ക് വരുമ്പോൾ ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ഡിവൈഡഡ് ബൈ തിക്നെസ് ഓഫ് ദി വെഡ്ജ് എന്നാണ് പറയുന്നത്. ഇൻക്ലൈൻഡ് പ്ലെയിൻ ചോദിക്കുകയാണെങ്കിൽ ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ഡിവൈഡഡ് ബൈ ഹൈറ്റ് ആയിരുന്നു. വീൽ ആൻഡ് ആക്സലിൻ്റെ ഇക്വേഷൻ വരുന്നത് R/R ആണ്. വലിയ വീലിൻ്റെ റേഡിയസ് ഡിവൈഡ് ബൈ ആക്സിലിൻ്റെ റേഡിയസ്. ദെൻ ഓക്കെ, പിന്നെ ലോഡ് ബൈ എഫേർട്ട് ആം ബൈ ലോഡ് ആം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നമ്മുടെ ഫിസിക്സ് കംപ്ലീറ്റ് ആയി. ഇതുപോലെ പഠിക്കുക. എക്സാം നല്ല രീതിയിൽ പഠിച്ചിട്ട് കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കുക, തിയറി നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. എന്നിട്ട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എക്സാമൊക്കെ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.